ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിനെ എങ്ങനെ ഒരു വെബ് ക്യാം ആക്കി മാറ്റാം എന്നതിനെ കുറിച്ചിട്ടാണ്. ആൻഡ്രോയിഡ് 14 മുതൽ മുകളിലോട്ടുള്ള എല്ലാ ഫോണുകളിലും ഡിഫാൾട്ടായിട്ട് അതിൻ്റെ ഡിഫാൾട്ടായിട്ട് USB കണക്ട് ചെയ്യുമ്പോൾ തന്നെ പ്രോംപ്റ്റ് വരുന്നുണ്ട് വെബ് ക്യാം ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുതിയ അപ്ഡേറ്റിൽ വന്ന കാര്യമാണ്. അപ്പോൾ ആൻഡ്രോയിഡ് 30 മുതൽ താഴേക്കുള്ള ഫോണുകളിൽ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഒരു വെബ് ക്യാമായി യൂസ് ചെയ്യാം എന്ന് പറഞ്ഞിരുന്ന വീഡിയോ ആണ് ഇത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ വെബ് ക്യാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. അതേ ആപ്ലിക്കേഷൻ്റെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നത്, അത് നിങ്ങൾ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുക. വിൻഡോസ് ആണെങ്കിൽ അതിൽ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം എങ്ങനെയാണ് ഇത് കോൺഫിഗർ ചെയ്യേണ്ടതെന്നും നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്നും ഈ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നേരെ സ്ക്രീനിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഫോണ് ആദ്യം നമ്മുടെ കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യാം. അപ്പം ഞാൻ ഫോൺ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻ കമ്പ്യൂട്ടറിലേക്ക് എടുത്താണ്. നിങ്ങൾ ഫോൺ ഇതേപോലെ കണക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു ഇരുന്നിലൊരു ആപ്ലിക്കേഷൻ കണ്ടില്ലേ, ഇത് ഇൻസ്റ്റാൾ ചെയ്യണം. IRIUN. നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് സിമ്പിളായിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരും. ഈ ഒരു ആപ്ലിക്കേഷൻ കണ്ടില്ലേ, ഇത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ സെറ്റിങ്സ് എടുക്കുക. ഫോണിൻ്റെ സെറ്റിങ്സ് എടുത്തിട്ട് സെറ്റിങ്സിൽ ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ആക്കാനുണ്ട്. നമുക്കിവിടെ എബൌട്ട് ഡിവൈസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇവിടെ മോഡലുണ്ട്, അതുപോലെ തന്നെ ഡിവൈസ് നെയിം, അതുപോലെ തന്നെ വേർഷൻസ് ഉണ്ട്. അതിൽ കയറുക. ഈ ബിൽഡ് നമ്പർ ഉണ്ടോ, ഇത് ചിലപ്പോൾ എന്തെങ്കിലും ഇങ്ങനെയാണ്, നിങ്ങൾ വ്യത്യാസമുണ്ട്. അപ്പോൾ ബിൽഡ് നമ്പർ ഒരു കുറേ വർഷം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 7 അല്ലെങ്കിൽ 3 വട്ടം ടച്ച് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് കാണിക്കും നിങ്ങൾക്ക് ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ആയെന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം നിങ്ങൾ എടുക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിൽ സിസ്റ്റം സെറ്റിങ്സ് ഉണ്ടാവും, അത് ഓപ്പൺ ചെയ്യുക. അതിൽ താഴെയായിട്ട് ഇങ്ങനത്തെ ഒരു പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ടാവും, ഡെവലപ്പർ ഓപ്ഷൻ. ഇത് ഓൺ ചെയ്യുക. ഇത് ഇവിടെ ഓൺ ചെയ്ത് വെക്കുക. കൂടാതെ ഈ USB ഡീബഗിങ് കൂടി നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓൺ ചെയ്യാം. അതിനുശേഷം ചെയ്യേണ്ട കാര്യം, പിന്നെ നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇത് ക്ലോസ് ചെയ്യാം. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഇതേപോലെ തന്നെ ടൈപ്പ് ചെയ്യാം. IRIUN വെബ് ക്യാം എന്ന് ടൈപ്പ് ചെയ്യുക. അതിൻ്റെ വെബ്സൈറ്റ് കിട്ടും. ഇതേപോലെ വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം വെബ് ക്യാം ഫോർ വിൻഡോസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ഫയൽ ഡൗൺലോഡ് ആവും. ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഞാനിത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഇത് ഇവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ കാണാൻ കണ്ടില്ലേ, ഇത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിലിങ്ങനെ പറയുന്നുണ്ട് നിങ്ങളുടെ ടേൺസ് യുവർ ഫോൺ വയർലെസ് വെബ് ക്യാം. നമുക്ക് വൈഫൈ വഴി ഉപയോഗിക്കാം, അറിയാം നെറ്റ്വർക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇവിടെ ഇപ്പം ഞാൻ സാധാ രീതിയിലാണ് ഉപയോഗിക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് വെബ് വൻ ഐ സ്റ്റാർട്ട് കമ്പ്യൂട്ടർ ആൻഡ് ബ്ലാങ്ക് വീഡിയോ വൻ നോ കണക്ഷൻസ്. ഓക്കെ, അതിൻ്റെ ഓപ്ഷൻസുകളുണ്ട്. ക്ലോസ് ചെയ്യാം. ഒന്നുകൂടി ഓപ്പൺ ചെയ്യാം. പക്ഷേ നമ്മളെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആ ഒരു ആപ്ലിക്കേഷൻ നമ്മളിവിടെ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. സ്ക്രീൻ ഞാൻ കാണിച്ചിട്ടില്ല. ഓക്കെ, ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെയിറ്റിംഗ് ഫോർ കണക്ഷൻ ഫോർ PC എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഫേസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, കണ്ടില്ലേ. അപ്പം ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാം. പിന്നെ ഇവിടെ ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന OnePlusൻ്റെ 70 എന്ന് പറയുന്ന ഫോണാണ്. അപ്പം ഏകദേശം ഈ ഒരു ക്വാളിറ്റി നമുക്ക് ബാക്ക് ക്യാമിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ തന്നെ ഇത് ഫ്രണ്ട് ക്യാം ആക്കാൻ വേണ്ടി പറ്റും. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു രീതിയിൽ നമുക്ക് ഫ്രണ്ട് ക്യാം നമുക്ക് മാറ്റാം. അതുപോലെ തന്നെ ബാക്ക് ക്യാം ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് റെക്കോർഡിങ്സ് ഒന്നും കൊടുത്തിട്ടില്ല. ഇവിടെ റെക്കോർഡ് ചെയ്യാൻ ഓപ്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല. ഇത് എങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഫോൺ കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം ഇറിൻ വെബ് ക്യാം എന്നുള്ള ഇതിൽ നമ്മളിവിടെ പ്രിവ്യൂ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫോണിൻ്റെ അകത്ത് ഏകദേശം ഇങ്ങനെയായിരിക്കും നമ്മൾ കാണുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ബാക്ക് സൈഡ്, അതുപോലെ തന്നെ നമ്മൾക്കിപ്പം റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഡയറക്റ്റ് റെക്കോർഡിങ്ങിൻ്റെ ഓപ്ഷനൊന്നുമില്ല. ഓക്കെ, റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഇവിടെ വിൻഡോസിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ക്യാമറ അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇവിടുന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ടേക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റും. ഫോട്ടോ എടുത്തു, ഇവിടെ കാണാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യാം. പിന്നെ
OBS ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കിവിടെ OBS ഓപ്പൺ ചെയ്യാം. ഇതെൻ്റെ ഗെയിം സ്ട്രീം ചെയ്യുന്ന ഒരു എന്താ പറയുക ഒരു സ്ക്രീനാണ്. ഓക്കെ, അപ്പം അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം പോക്കോ X3 Pro ഉണ്ടായിരുന്ന സമയത്ത് ഗെയിം സ്ട്രീം ചെയ്തതാണ്. അപ്പോൾ അതിൽ ഈ ക്യാമറ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾക്ക് ഇങ്ങനെ OBSൽ ക്യാമറ ആഡ് ചെയ്തിട്ട് ഇവിടുന്ന് നമ്മൾക്ക് സ്റ്റാർട്ട് റെക്കോർഡിംഗ് കൊടുത്ത് റെക്കോർഡ് ചെയ്യാം. ഇത് വേണമെങ്കിൽ ഫുൾ സ്ക്രീൻ ആക്കാം, ചെറിയ സ്ക്രീൻ ആക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ പരിപാടിയും നമുക്ക് ഈ പറയുന്ന ഫോൺ ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൂട്ടുകാരെ, എല്ലാവർക്കും നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോൺ എങ്ങനെ ഒരു വെബ് ക്യാം ആക്കി കൺവേർട്ട് ചെയ്യാമെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഇതേപോലെ ടെക് വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന മറ്റ് സുഹൃത്തുക്കളുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.